اللهم صل على سيدنا محمد الفاتح لما ولق الخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ വൽ ഖാതിമി ലിമാ സബഖ നാസിറിൽ ഹഖ് ബിൽ ഹഖ് والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. ഒരു മനുഷ്യൻ്റെ ജസദും റൂഹും അത് രണ്ടും പരിശുദ്ധമാക്കിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനിൽ നിക്ഷേപിച്ച സുമ്മ സവ്വാഹു വ നഫഖ ഫീഹി മിൻ റൂഹിഹി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനിൽ ഊതപ്പെട്ടതായ റൂഹ് എന്ന് പറയുന്ന സാധനം പരിശുദ്ധമാണ്. അതേപോലെ തന്നെ ഒരു മനുഷ്യൻ്റെ ശരീരവും എന്താണ്? പരിശുദ്ധമാണ്. അത് വലൗകാന മുസ്ലിമൻ ഔ കാഫിറ, അത് മുസ്ലിമാണെങ്കിലും ശരി കാഫിറാണെങ്കിലും ശരി, രണ്ട് പേരുടെയും റൂഹും അതുപോലെ തന്നെ ജസദും രണ്ടും എന്താണ്? പരിശുദ്ധമാണ്. റൂഹ് പരിശുദ്ധമാണ് എന്നുള്ളത് മുമ്പുള്ള നമ്മൾ ഒരുപാട് ക്ലാസ്സിൽ നമ്മൾ ആ വിഷയം എന്ത് ചെയ്തിട്ടുണ്ട്? പറഞ്ഞിട്ടുണ്ട്. കാരണം അള്ളാഹുവിൽ നിന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല റൂഹിനെ ഊതിയത്. അതുകൊണ്ട് തന്നെ അത് പരിശുദ്ധമാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കമല്ല. അതേപോലെ തന്നെയാണ് ഒരു മനുഷ്യ ശരീരവും, അതും പരിശുദ്ധമാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, അള്ളാഹു ഭൂമി മുഴുവൻ എനിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? പള്ളിയാക്കി തന്നിട്ടുണ്ട്. ഭൂമിയിൽ എവിടെ നിസ്കരിക്കാനും ഇബാദത്ത് ചെയ്യാനും ഉള്ള രൂപത്തിൽ അള്ളാഹു തആല ഭൂമിയെ ശുദ്ധമാക്കി തന്നു എന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഭൂമിയിൽ നിന്നെടുത്തതായ മണ്ണ്, ആ മണ്ണും എന്താണ്? പരിശുദ്ധമാണ്. അപ്പോൾ ഒരു മനുഷ്യനിലുള്ളതായ റൂഹും ജസദും എന്താണ്? പരിശുദ്ധമാണ്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇന്നമൽ മുശ്രികൂന നജസുൻ, നിശ്ചയം മുശ്രിക്കീങ്ങൾ ആരാണ്? നജസാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇവിടെ നജസാകുന്ന സാധനം റൂഹുമല്ല ജസദുമല്ല, നഫ്സാണ്. നഫ്സ് ശുദ്ധമായതുമുണ്ട് അശുദ്ധമായതുമുണ്ട്. മുസ്ലിമായ ഒരു മനുഷ്യന്റെ നഫ്സ് ശുദ്ധമാണ് ഒരു നിലക്ക്. അമുസ്ലിമായ ഒരു മനുഷ്യന്റെ നഫ്സ് അത് കുഫ്രിയത്ത് കാരണമായി അത് നജസാണ്, അത് ദുഷിച്ചതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ പറയുകയാണ്. അപ്പോൾ ഒരു കാഫിറായ ഒരു മനുഷ്യൻ നജസാണ് എന്ന് പറയാനുള്ള കാരണം അവൻ്റെ നഫ്സ് കുഫ്രിയത്ത് കൊണ്ട് മൂടപ്പെട്ടത് കൊണ്ടാണ്. ഇനി ഒരു മുഅ്മിനായ മനുഷ്യൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ നഫ്സും കാഫിറായ മനുഷ്യന്റെ നഫ്സ് പോലെ അശുദ്ധിയായ നഫ്സായി മാറണോ? അതല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല വല്ലാതെ ബഹുമാനിച്ച ആ മുതഹ്ഹറത്തായ ഏറ്റവും പരിശുദ്ധമാക്കപ്പെട്ട നഫ്സാക്കി നമ്മുടെ നഫ്സിനെ നമ്മൾ മാറ്റണോ? ആ നഫ്സിനെ ഒരു യഥാർത്ഥ ഹഖീഖത്തിലേക്ക് ഉയർത്താൻ വേണ്ടിയിട്ടാണ് ഒരു മുറബ്ബിയായ മശായിഖ് വേണമെന്ന് മഹാന്മാരാകുന്ന ആളുകളൊക്കെ അവരെ കിതാബിൽ രേഖപ്പെടുത്താനുള്ള കാരണം. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവരെ പോലെയുള്ള മഹത്തുക്കളാകുന്ന ആളുകളൊക്കെ പറഞ്ഞത്, ഒരു മനുഷ്യന്റെ നഫ്സ് പൂർണ്ണമായി ശുദ്ധിയാകാൻ, എല്ലാ നജസിൽ നിന്നും ചളിയിൽ നിന്നും പൂർണ്ണമായും ശുദ്ധീകരിക്കാൻ ഒരു മുറബ്ബിയായ ശൈഖിന്റെ സഹായം ഇല്ലാതെ സാധ്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല
നമ്മുടെ മശായിഖിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ നഫ്സിനെ പൂർണ്ണമായും ശുദ്ധീകരിച്ച് യഥാർത്ഥ ഹഖീഖത്തിലേക്ക് ഉയരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു മനുഷ്യൻ്റെ മരണത്തോടുകൂടെ റൂഹ് എവിടുന്നാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവന്നത് അവിടേക്ക് തന്നെ റൂഹിനെ അല്ലാഹു തആല എന്ത് ചെയ്യും? ഉയർത്തും. ജസദിനെ അല്ലാഹു തആല എവിടുന്നാണോ കൊണ്ടുവന്നത് ഈ ഭൂമിയിലേക്ക് പോകും. അപ്പോഴും റൂഹും ജസദും എന്താണ്? പരിശുദ്ധതയിൽ നിന്ന് പരിശുദ്ധതയിലേക്ക് തന്നെയാണ് എന്ത് ചെയ്യുക? മടങ്ങുക. പക്ഷേ ഇവിടെ അല്ലാഹു തആല നിരീക്ഷിക്കുന്നത് നഫ്സ് എങ്ങനെയാണെന്നാണ്. ഒരു മനുഷ്യനക്ക് അല്ലാഹു തആല കുടിക്കാനുള്ള വെള്ളം തന്ന്, കഴിക്കാനുള്ള ഭക്ഷണം കൊടുത്ത്, എല്ലാവിധ സുഖസൗകര്യങ്ങളും നൽകി, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നിഅമത്തുകളും നൽകിയ മനുഷ്യൻ നഫ്സിനെ ശുദ്ധീകരിച്ചിട്ടുണ്ടോ, നഫ്സിനെ നേരാക്കിയിട്ടുണ്ടോ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യുന്നത്? നോക്കുന്നത്. നഫ്സിനെ പരിശുദ്ധമാക്കി. അല്ലെ, ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. ഖദ് അഫ്ലഹ, നിശ്ചയം വിജയിച്ചിരിക്കുന്നു, മൻ, ഒരുത്തൻ, സക്കാഹ, അവൻ നഫ്സിനെ എന്ത് ചെയ്തിരിക്കുന്നു? തസ്കിയത്ത് ചെയ്തിരിക്കുന്നു. വഖദ് ഖാബ മൻ ദസ്സാഹ, നഫ്സിനെ വൃത്തികേടിൽ നിന്ന് ശുദ്ധിയാക്കാത്ത വ്യക്തി, അതിനെ മലിനമാക്കിയ വ്യക്തി വൻ പരാജിതനായിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ വളരെ വ്യക്തമായി പറയണം. അതുകൊണ്ട് മരിക്കുന്നതിൻ്റെ മുമ്പായി റൂഹും പരിശുദ്ധമാണ്, ജസദും പരിശുദ്ധമാണ്. അല്ലാഹു തആല നോക്കുന്നൊരു സാധനം നഫ്സാണ്. അത് എത്രമാത്രം പരിശുദ്ധമായിരിക്കുന്നു. നമ്മൾ ഓരോ ആളുകളും, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന, എൻ്റെ വീഡിയോ കാണുന്ന ഓരോ ആളുകളും ശ്രദ്ധിക്കുക, എൻ്റെ നഫ്സ് അല്ലാഹുവിലേക്ക് ഉയരാൻ മാത്രം പാകപ്പെട്ട നഫ്സായി മാറിയിട്ടുണ്ടോ? എൻ്റെ ഹൃദയത്തിൻ്റെ അടിവാരത്ത് അഹങ്കാരം, അസൂയ, കുനിട്ട്, പോരി എന്ന് പറയുന്ന മോശമായ ചിന്തകൾ എൻ്റെ നഫ്സിലുണ്ടോ? ഉണ്ടെങ്കിൽ അതിനെ സംസ്കരിക്കാൻ എന്താണ് വഴി? മിൻ തുബീബിൻ ഹാദികിൻ ദാ അൽ ഫുആദ് ത്വാലിബൻ തൂബാ ബി ത്വാബാ ത്വാബലിൽ അബ്താലി താൽ. ആ നഫ്സിൻ്റെ മ്ലേച്ഛമായ വസ്തുക്കളെ ശുദ്ധീകരിക്കാൻ കഴിവുള്ള യഥാർത്ഥ ആത്മീയമായ ഡോക്ടർ, തർക്കിയത്തിൻ്റെ ഷേഖ്, അവരുമായി നീ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിന്റെ നഫ്സിൻ്റെ പോരായ്മകൾ അവർ തിരിച്ചറിയുകയും അതിന് ഏത് മരുന്നാണ് കൊടുക്കേണ്ടത്, ഏത് സമയത്ത് കൊടുക്കണം, എത്ര കാലം കൊടുക്കണമെന്ന് അവർ നിശ്ചയിക്കുകയും അത് നമ്മുടെ നഫ്സിലേക്ക് നമ്മളിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആ നഫ്സ് പൂർണ്ണമായും ശുദ്ധിയായി അള്ളാഹു ഇഷ്ടപ്പെടുന്നൊരവസ്ഥയിലേക്ക് ആ നഫ്സ് അള്ളാഹുവിലേക്ക് തന്നെ കൊണ്ടുപോകാൻ കഴിയും. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.